ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിന്റെ മുത്തച്ഛൻ വിജയന്റെയും കൊലപാതകത്തിൽ ഭാര്യയ്ക്കും മകനും പങ്ക്. 2016 നവജാത ശിശുവിനെ കൊന്ന കേസിൽ നിതീഷ്, കൊല്ലപ്പെട്ട വിജയൻ, മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ. കഴിഞ്ഞ ഓഗസ്റ്റിൽ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ നിതീഷ്, വിജയന്റെ ഭാര്യ സുമ, മകൻ വിഷ്ണു എന്നിവരും പ്രതികളാണ്. വിഷ്ണുവിനെ കുഴിച്ചിട്ട വീടിന്റെ തറ ഇന്ന് കുഴിച്ചു പരിശോധിക്കും. വിവരങ്ങൾ ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, എപ്പോഴാണ് ഇത് സംബന്ധിച്ച പരിശോധന? വിവരങ്ങൾ. ഏതാനും നിമിഷങ്ങൾക്കിടയിൽ ഈ വിജയനെ കുറിച്ചിട്ട സംഭവ സ്ഥലത്ത് നിന്ന് പ്രത്യേകം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കും. എന്തായാലും മോഷണ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വലിയ ക്രൂരമായ രണ്ട് ക്രൂരകൃത്യത്തിന്റെ സൂചനകളിലേക്കാണ് സ്വീകരിച്ചത്. രണ്ടുപേരെയാണ് കൊലപ്പെടുത്തിയത്. ഇവർ നവജാത ശിശുവിനെയും, അതായത് 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു ശിശുവിനെയും പിതാവായ വിജയനെയും കൊലപ്പെടുന്ന ഒരു സാഹചര്യം. 2016 സഹോദരിക്കുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഏകദേശം 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ കഴുത്തിനെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ കൊല്ലപ്പെട്ട വിജയനും പങ്കുണ്ട്. വിജയനാണ് ഈ കുട്ടിയെ കയ്യിൽ എടുത്തു പിടിച്ചത്. തുടർന്ന് നിതീഷ് ഈ കുട്ടിയുടെ മുഖവും വായും കുത്തിപ്പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഏകദേശം 9 മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ വിഷ്ണു, വിജയനും ഒപ്പം ഇവരുടെ മാതാവിനും പങ്കുണ്ട്. ചുറ്റികൊണ്ട് തലക്കിരിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം ഈ വീട്ടിൽ കുഴിച്ചുമൂടുകയായിരുന്നു. സാമ്പത്തികമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതാണ് സൂചനകൾ. എന്തായാലും ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഇതിനായിട്ടുള്ള മൃതദേഹം ഈ വീടിനുള്ളിൽ കുഴിച്ചിട്ടുന്ന ഭാഗത്ത് നിന്ന് ഈ പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ഉള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. വലിയ കുഴൽക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നാട്ടുകാർ സഹായത്തോടെ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള പരിശോധനകളിലാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി വീട്ടിലെ സാഹചര്യങ്ങൾ അസ്വാഭാവികം തോന്നുകയും ഒപ്പം മാതാവിനെയും സഹോദരിയെയും കണ്ടെത്തുകയായിരുന്നു. ഈ മാതാവും സഹോദരിയും ഇവിടെ താമസിക്കുന്ന വിവരം പുറംലോകത്ത് ആർക്കും അറിയില്ലായിരുന്നു. ഈ സംഭവത്തിൽ മോഷണത്തെ തുടർന്നുള്ള അന്വേഷണത്തെ തുടർന്ന് മാത്രമാണ് ഇങ്ങനെ 2 പേർ ഇവിടെ താമസിക്കുന്നതായിട്ട് പോലും സമീപവാസികൾ പോലും അറിഞ്ഞത്. ഇവർ നടന്ന ഇതേ സൂചനയിൽ നിന്നാണ് ഈ കേസിലേക്കുള്ള ചുരുൾ അഴിഞ്ഞു തുടങ്ങുന്നത്. പാർവതി, പ്രിൻസ്, മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ആഭിചാരക്രിയ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? പാർവതി, നിതീഷിന് ഇത്തരം കാര്യങ്ങൾ മുൻപ് പരിചയമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പൂജകളടക്കമുള്ള കാര്യങ്ങൾ നിതീഷ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പക്ഷെ കൊലപാതകങ്ങൾ ഈ തരത്തിലാണോ എന്നുള്ളത് തമ്മിൽ സംശയമുണ്ട്. കാരണം നിതീഷ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടി മാനക്കേടുണ്ടാക്കും എന്നത് സംബന്ധിച്ചുള്ള മാനക്കേടിൽ നിന്നാണ് ഈ കുട്ടീനെ കൊലപ്പെടുത്താൻ നിതീഷും ഒപ്പം ഈ കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് തീരുമാനിക്കുന്നത്. ഒപ്പം വിഷ്ണുവിനും ഇതിൽ പങ്കുണ്ട്. ഇവർ കഴുത്തു ചിരിച്ചുമാണ് കൊലപ്പെടുത്തിയത്. ഈ കഴിഞ്ഞിടെ മരണപ്പെട്ട വിജയന്റെ കയ്യിലാണ് ഈ കുഞ്ഞിരുന്ന. ആ സമയത്താണ് നിതീഷ് ഈ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഒപ്പം വിജയന്റെ കൊലപാതകം സാമ്പത്തികമായി ബന്ധപ്പെട്ട കേസുകളാണെന്ന് ആണ് സൂചനകൾ. അതായത് ഇവരുടെ മുമ്പുണ്ടായിരുന്ന കട്ടപ്പനയിലെ വീട് വിറ്റിരുന്നു. അതുമായി ബന്ധപ്പെട്ട പണം തട്ടിയെടുക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലാണ് വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിന് കൃത്യമായും ഈ വിജയന്റെ ഭാര്യ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് സൂചന. എന്തായാലും നിതീഷ് പൂജ അടക്കമുള്ള കർമ്മങ്ങൾ നടത്തുകയും വിചാരമൊക്കെ നടക്കുകയും ചെയ്യുന്നതായി സൂചനകളൊക്കെ ഉണ്ട്. പക്ഷെ കൊലപാതകങ്ങൾ ഇത്തരത്തിൽ ആണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളില്ല. പക്ഷെ കുട്ടിയുടെ അമ്മയോട്, ഈ നവജാത ശിശുവിന്റെ അമ്മയോട് പറഞ്ഞിരുന്നത് ഗന്ധർവന് നൽകാന എന്ന പേരിൽ കുട്ടിയെ കൊണ്ടുപോയി എന്ന തരത്തിലുള്ള മൊഴിയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ഈ അമ്മയും സഹോദരിയും അടക്കം നൽകിയിരുന്നത്. പാർവതി, ശരി. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് പോലീസ് ഇന്ന് വീടിന്റെ തറ കുഴിച്ച് പരിശോധിക്കും. വിവരങ്ങൾ നൽകിയത് പ്രിൻസ് ജെയിംസ്.